ആലോചിക്കേണ്ടത് നമ്മൾ രണ്ടുപേരും നമ്മളെ സ്വന്തമായിട്ട് റിസ്ക് എടുത്ത് നമ്മൾ ഓക്കെ ശരി ഞാൻ ഇത് പഠിക്കാൻ തീരുമാനിച്ചു എന്നുള്ള തീരുമാനം നിങ്ങളിൽ നിന്നാണ് വരേണ്ടത്. ആ വന്നതിന് ശേഷം നിങ്ങൾ അത് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക, പഠിക്കുക. ബാക്കിയൊക്കെ ഉള്ളത് നമ്മുടെ ദൈവത്തിന്റെ കയ്യിൽ നമുക്ക് കൊടുക്കുക. അല്ലാണ്ട് മറ്റുള്ളവരെ ആശ്രയിച്ച് നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അധോഗതിയാകും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയത്. നമ്മൾ അവിടെ തന്നെ കിടക്കുള്ളൂ, നമ്മൾ മുമ്പോട്ട് വരത്തില്ല. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ഓൺലൈനായിട്ടുള്ള രീതിയിൽ ഓൺലൈനായിട്ട് നമ്മൾ പഠിക്കുന്നു. നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടുകയും ചെയ്യും. ഞാൻ ചേർന്നെന്ന് പറഞ്ഞാൽ എനിക്ക് സയൻസിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ടാണ് ഞാൻ NIS-ന്റെ LB അക്കാദമിയിൽ ജോയിൻ ചെയ്തത്. ആ രീതിയിൽ എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സിനെ കുറിച്ച് മെയിൻ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടാണ്. അത് പഠിച്ചിട്ടാണ് എനിക്ക് ഇത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. ഒരുപാട് നന്ദിയുണ്ട്. കാരണം ലൈഫിൽ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പഠിത്തം ശരിയാകുമെന്ന് അറിയത്തില്ലാത്ത സമയമായിരുന്നു. പിന്നെ ഓരോ പഠിത്തം മാത്രമല്ല, പിന്നെ മോട്ടിവേഷൻ ഒക്കെ നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. സംപ്രീതിന്റെ അമ്മയാണ്. സംപ്രീതിന്റെ റിസൾട്ട് വന്നു. 70% മാർക്കുണ്ട്. മോന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അവൻ പഠിക്കുന്നില്ല അല്ലെങ്കിൽ ഇവനെ ഇനിയിപ്പോ സ്കൂളിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വിജയ ശതമാനത്തിനും കൂടെ അല്ലെങ്കിൽ വിജയത്തിനൂടെ ഒരു പ്രശ്നം വരും, അല്ലെങ്കിൽ കോട്ടം തട്ടും. അതുകൊണ്ട് കുട്ടി എത്രയും പെട്ടെന്ന് തന്നെ മറ്റൊരു അല്ലെങ്കിൽ NIS-ലേക്ക് രജിസ്റ്റർ ചെയ്യിപ്പില്ല, അതുവഴി പഠിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ഒരു കുട്ടിയാണ് ആ കുട്ടി. എന്റെ പേര് കിഷോർ കുമാർ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂരാണ് താമസിക്കുന്നത്. ഞാൻ ഓൾറെഡി കമ്പ്യൂട്ടറിന്റെ സർവീസും കാര്യങ്ങളും ലാപ്ടോപ്പ് സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ NIOS-ന്റെ അഡ്മിഷന്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് ആളുകളാണ് NIOS-ന്റെ അഡ്മിഷന്റെ കാര്യങ്ങൾ ചോദിക്കുന്നു. അതായത് 2025 ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ആണോ, 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് നിങ്ങൾ നിലനിൽക്കുന്നതെന്ന് അറിയാം. അപ്പൊ ആ സംശയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. 2025 അതായത് 2025 ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന NIOS SSLC+2 വിദ്യാർത്ഥികളെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ആ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഒരു ബാച്ച് ആയിട്ടുള്ള രീതിയിലല്ല, നിങ്ങൾക്ക് സെപ്പറേറ്റ് നിങ്ങൾക്ക് ഒറ്റയ്ക്കായിട്ടുള്ള രീതിയിൽ ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. സെപ്പറേറ്റ് ട്യൂഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒരുപാട് ആളുകളാണ് നമ്മുടെ NIOS വഴി SSLC+2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളിലുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് പല തടസ്സങ്ങളുണ്ട് അല്ലെ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് ചിലപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ ഇടയിൽ ഈ ഒരു +2 പോയാൽ അല്ലെങ്കിൽ +2 നമ്മൾ സൈഡിൽ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നടക്കുമോ, പാസ് ആകുമോ, പിന്നെ അതുപോലെ തന്നെ ഈ +2 എഴുതിയെടുത്ത് കഴിഞ്ഞ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് നിങ്ങളിൽ അല്ലെ. അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ഏജ് ഒരു പ്രശ്നമാണ് അല്ലെ. അതായത് നമുക്കൊരു 30-40 ഒക്കെ വയസ്സുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉള്ള ആളുകൾക്കൊക്കെ ഈ ഒരു NIS വഴി SSLC അല്ലെങ്കിൽ +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ, ഇങ്ങനെ നിരവധി സംശയങ്ങളാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. അപ്പൊ അതിന് മുൻപായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു ചെറിയൊരു മോട്ടിവേഷൻ വേണം അല്ലെ. ആ ഒരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആകും. കാരണം നിങ്ങളെ പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നാണ് നമുക്ക് ഇങ്ങോട്ട് ഓരോ ആളുകൾ നമ്മളിവിടെ ദിനം പ്രതി ഓരോ ആളുകളും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നു. ഈ ഒരു SSLC അല്ലെങ്കിൽ +2ന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നു. ഞാൻ അവർക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നു. നമ്മുടെ കോച്ചിങ് ക്ലാസ്സസിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവര് അറ്റൻഡ് ചെയ്ത് ഓരോ വർഷത്തിൽ നമുക്ക് ഒരുപാട് ആളുകളാണ് ഇവിടുന്ന് പാസ് ഔട്ട് ആയി പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലോകത്തിന്റെ എവിടെയുള്ള ആളുകളോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണ് ഓൺലൈനിൽ കൂടെ തന്നെ ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സുകളിലെയും ലൈവ് ക്ലാസ്സുകളിലൂടെയും നിങ്ങളുടെ ഈ ഒരു SSLC അല്ലെങ്കിൽ +2 എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനു മുൻപ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഞാൻ നിങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഓഡിയോ ക്ലിപ്സ് കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു മോട്ടിവേഷൻസ് അല്ലെങ്കിൽ അവർ പഠിച്ചത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് നമ്മുടെ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ ഓരോ വർഷത്തിലും പാസ് ഔട്ട് ആയി പോകുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു നിങ്ങളെ മുന്നോട്ട് അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കുന്ന ആ ഒരു കാര്യമൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടട്ടെ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓഡിയോ ക്ലിപ്സ് ഞാൻ കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്കിവിടെ NIS-ൽ അഡ്മിഷൻ എടുത്ത SSLC ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ വിവിധ സാഹചര്യങ്ങൾ കൂടെ കടന്നു വരുന്ന ആളുകളാണ് നമ്മുടെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരൊക്കെ പാസ് ഔട്ട് ആയി പോകുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഓരോരുത്തരുടെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിടക്കാം.
ഞാനിതിൽ ചേർന്നെന്ന് പറഞ്ഞാൽ എനിക്ക് പ്ലസ് ടു സയൻസിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ടാണ് ഞാൻ NISന്റെ LB അക്കാദമിയിൽ ജോയിൻ ചെയ്തത്. അപ്പൊ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എനിക്ക് പകുതി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് കിട്ടിയ ഒരു ഓൺലൈൻ ക്ലാസ്സസ് ലൈവ് ക്ലാസ്സുകളൊക്കെയാണ് എനിക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയത്. അപ്പൊ അത് വെച്ചിട്ടാണ് എനിക്ക് അത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. കാരണം ഞാൻ ഓൾറെഡി വർക്കിംഗ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഓൺലൈൻ ക്ലാസ്സസ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷെ എനിക്ക് ലാസ്റ്റ് ഡിസംബർ ലാസ്റ്റ് ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യുന്നതിന്റെ ഇതിൽ അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സിനെ കുറിച്ച് മെയിൻ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടാണ്. അത് പഠിച്ചിട്ടാണ് എനിക്ക് ഇത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. അപ്പൊ എനിക്ക് ഒരുപാട് താങ്ക്സ്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു കുട്ടിയാണ്. സയൻസ് ഗ്രൂപ്പ് എടുത്തത്. ആളിപ്പോ വർക്ക് ചെയ്യാണ്. വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ ഇവിടെ ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തത്. ഇവിടെ ആള് തന്നെ പറയുന്നുണ്ട്, എന്താ റിവിഷൻ ക്ലാസ് ആണ് എനിക്ക് കൂടുതൽ പ്രയോജനപ്പെട്ടത്. അതല്ലാതെ ഞാൻ റെഗുലർ ആയിട്ട് ഒരു ക്ലാസ് പോലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എക്സാമിന്റെ സമയമായി കഴിഞ്ഞപ്പോൾ അവസാന ഘട്ടത്തിൽ തന്നിട്ടുള്ള ടീച്ചേഴ്സിന്റെ ആ ഒരു ആ ക്ലാസ്സുകൾ കണ്ടാണ് ഞാൻ എക്സാമിന് പോയത്. നല്ലൊരു ശതമാനം മാർക്കോടുകൂടി ഞാൻ എക്സാം പാസ്സായി എന്ന് ആ കുട്ടി തന്നെ പറയുന്നു അല്ലെ. ഇനി അതേപോലെ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്താ ചെയ്യുന്നത്, സാലറി ഇല്ല, ഒന്നുമില്ലാതെ നിന്നപ്പോഴാണ് ഗൂഗിൾ സെർച്ച് ചെയ്ത് ആദ്യം പറഞ്ഞു ഏൽക്കുന്ന ഒരു കാരണം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തപ്പോൾ നമ്മുടെ അടുത്ത് 4000 കൊണ്ടുവന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കി വിളിച്ച് അന്വേഷിച്ചപ്പോൾ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മിസ് എന്നാൽ മിസ്സിന്റെ കുറെ എഫേർട്ട് ഉണ്ട് ഞങ്ങൾ ജയിച്ചെടുക്കുന്നത്. ഞങ്ങൾ പഠിച്ചില്ലെങ്കിൽ മിസ് ഇങ്ങനെ വിളിച്ചിട്ട് മിസ്സിന്റെ ഒരു മോട്ടിവേഷൻ ഒക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പഠിച്ചത്. അപ്പൊ മിസ് കുറെ നോട്ടും കാര്യങ്ങളൊക്കെ എഫേർട്ട് ഇട്ട് പഠിച്ചു തന്നു. അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചു. അതുപോലെ നമുക്ക് കുറെ എക്സാമിന് സമയമായപ്പോഴത്തേനും കുറെ കാര്യങ്ങൾ മിസ് സ്വന്തമായി പഠിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കുറെ കുട്ടികൾക്കുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. കാരണം ലൈഫിൽ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പഠിച്ചാൽ ശരിയാകുമെന്ന് പോലും അറിയത്തില്ലാത്ത സമയമായിരുന്നു. പക്ഷെ മിസ്സിന്റെ ഓരോ പഠിത്തം മാത്രമല്ല, മിസ്സിന്റെ മോട്ടിവേഷൻസ് ഒക്കെ നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട് എനിക്ക് ആദ്യം മിസ്സിനോട് പറയാനാണ് തോന്നിയത്. ഇത് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ച് പാസ് ഔട്ട് ആയ ഒരു സ്റ്റുഡന്റ് ആണ്. പുള്ളിക്കാരത്തിക്ക് ഏതൊരു കോഴ്സിന് അഡ്മിഷൻ കിട്ടിയത്, ഞാൻ മറന്നു ഏതാന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചതാണ്. അന്നേരം പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ്. കാരണം അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സാലറി കുറവായിരുന്നു. വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സാലറി കുറവായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് +2 എഴുതി എടുക്കണം എന്നുള്ളൊരു ചിന്താഗതി ആളുടെ മനസ്സിൽ വരുന്നതോ, പിന്നെ +2 എഴുതി എടുക്കുന്നതോ. പിന്നെ ഇവിടെ പറയുന്നുണ്ട് +2 ഞാൻ പാസ്, അതായത് ഞാൻ ഇങ്ങനെ ഒരു അക്കാദമിയെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയോ നെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടപ്പോഴാണ് നമ്മളിവിടെ ജോയിൻ ചെയ്തത്. ഇത് ഇന്ന് നല്ലൊരു സന്തോഷത്തോടു കൂടിയുള്ള ഒരു അതായത് പുള്ളിക്കാരത്തിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് പുള്ളിക്കാരത്തിന്റെ ലൈഫിലെ ഏറ്റവും വിലപ്പെട്ട ഒരു തീരുമാനമായിരുന്നു നമുക്ക് പറയാം അല്ലെ. കാരണം ഇവിടുന്ന് പാസ് ഔട്ടായി, നല്ലൊരു മാർക്ക് കൂടി പാസ് ഔട്ടായി, ഇപ്പം ആള് മറ്റൊരു കോഴ്സിൽ ജോയിൻ ചെയ്ത്. അപ്പൊ അതാണ് ആ ഒരു സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ അടുത്തത്, ഗുഡ് മോർണിംഗ് മാം, ഞാൻ സംപ്രീതിന്റെ അമ്മയാണ്. സംപ്രീതിന്റെ റിസൾട്ട് വന്നു. 70% മാർക്കുണ്ട്. മോന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അവന്റെ ഹാർഡ് വർക്ക് കൊണ്ടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും മാമിന്റെ ടീമിന്റെയും സപ്പോർട്ട് കൊണ്ടുമാണ് അവന് വിജയം കൈവരിക്കാൻ സാധിച്ചത്. പിന്നെ NIOSന്റെ അഡ്മിഷൻ എടുത്ത എല്ലാവരും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നുള്ളവരാണല്ലോ. അവരെല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് കോൺഫിഡൻസ് കൊടുത്ത് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുകയാണ് ടീച്ചറിന്റെ ടീമും ചെയ്തത്. എല്ലാത്തിനും നന്ദി പറയുന്നു. ഇനിയുള്ള പരീക്ഷകൾക്കൊക്കെ എല്ലാ കുട്ടികൾക്കും വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന്. ഇതൊരു കുട്ടിയുടെ പേരന്റ് ആണ്. അപ്പം ആള് ഇതെന്താന്ന് വെച്ചാൽ ഇവിടെ ആ ഒരു പേരന്റ് പറയുന്നുണ്ട്, എല്ലാവരും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ ഒരു കുട്ടിയുടെ കേസ് എന്ന് പറഞ്ഞാൽ CBSE പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ആൾക്ക് ഈ പറഞ്ഞ പോലെ CBSE പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവനെ ഇനിയിപ്പോ സ്കൂളിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വിജയ ശതമാനത്തിനും കൂടെ അല്ലെങ്കിൽ വിജയത്തിനൂടെ ഒരു പ്രശ്നം വരും, അല്ലെങ്കിൽ കോട്ടം തട്ടും. അതുകൊണ്ട് കുട്ടി എത്രയും പെട്ടെന്ന് തന്നെ മറ്റൊരു അല്ലെങ്കിൽ NIOSലേക്ക് രജിസ്റ്റർ ചെയ്യില്ല, അതുവഴി പഠിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ പേരന്റ് ആണ് എന്റെ അടുത്ത് ഇപ്പൊ സംസാരിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് വ്യത്യസ്ത സാഹചര്യം. കാരണം അവരെ സംബന്ധിച്ച് ആ കുട്ടിയെ പുറത്ത് ഒരു സ്കൂളിൽ നിന്ന് പഠിക്കുന്നില്ല, തന്റെ മകൻ പഠിക്കുന്നില്ല, പഠിത്തത്തിൽ പിറകോട്ടാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് കുട്ടിയെ മാറ്റി നിർത്തുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം NIOSൽ വന്ന് ജോയിൻ ചെയ്യുന്നു. നല്ലൊരു ശതമാനം മാർക്കോടുകൂടി NIOS വഴി പാസ് ഔട്ട് ആവുന്നു. അപ്പൊ ആ പേരന്റിന്റെ അല്ലെങ്കിൽ ആ പേരന്റ്സിന്റെ സന്തോഷം എത്രമാത്രമായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ആർക്കും കഴിവില്ലാത്ത ആൾക്കാർ ആരുമില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഓരോ കഴിവുകളും ദൈവം തന്നിട്ടുണ്ട്. അത് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നമ്മൾ വിനിയോഗിക്കുക
എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പുറകോട്ട് നിൽക്കാതെ മുന്നോട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാതെ മറ്റാൾ എന്ത് ചെയ്യുന്നു, അപ്പുറത്തെ ആൾ എന്ത് ചെയ്യുന്നു, അവരത് പഠിക്കുന്നുണ്ടോ, ഇവരിത് പഠിക്കാൻ പോകുന്നുണ്ടോ, അവര് പഠിച്ചിട്ട് എന്തായി എന്നുള്ളതല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്. നമ്മൾ രണ്ടുപേരും നമ്മളെ സ്വന്തമായിട്ട് റിസ്ക് എടുത്ത് നമ്മൾ ഓക്കെ ശരി ഞാൻ ഇത് പഠിക്കാൻ തീരുമാനിച്ചു എന്നുള്ള തീരുമാനം നിങ്ങളിൽ നിന്നാണ് വരേണ്ടത്. ആ വന്നതിന് ശേഷം നിങ്ങൾ അത് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക, പഠിക്കുക. ബാക്കിയൊക്കെ ഉള്ളത് നമ്മുടെ ദൈവത്തിന്റെ കയ്യിൽ നമ്മൾ കൊടുക്കുക. അല്ലാണ്ട് മറ്റുള്ളവരെ ആശ്രയിച്ച് നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അധോഗതിയാകും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയത്. നമ്മൾ അവിടെ തന്നെ കിടക്കുള്ളൂ, നമ്മൾ മുമ്പോട്ട് വരത്തില്ല. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ മുന്നോട്ട് ധൈര്യത്തോടു കൂടി ഇറങ്ങുക, നിങ്ങൾക്ക് വിജയം ഉറപ്പായിരിക്കും. ഇനി അതേപോലെ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ 9ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. പിന്നീട് എന്റെ പേര് കിഷോർ കുമാർ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂരാണ് താമസിക്കുന്നത്. ഞാൻ ഓൾറെഡി കമ്പ്യൂട്ടറിന്റെ സർവീസും കാര്യങ്ങളും ലാപ്ടോപ്പ് സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ 9ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. പിന്നീട് 10ാം ക്ലാസ് എഴുതുന്ന ഒരു തോന്നലായിട്ട് എടുക്കുന്ന സമയത്താണ് എന്റെ വൈഫ് നെറ്റിൽ കണ്ടിട്ട് LB അക്കാദമിയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു നിർദ്ദേശിച്ചു. അങ്ങനെ ആയിട്ട് ജോയിൻ ചെയ്തു. പക്ഷേ എനിക്ക് ഒരിക്കലും 10ാം ക്ലാസ് പാസ്സാവുന്നു എഴുതാൻ കഴിയുന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. എനിക്ക് എക്സാം വരുന്ന ടെൻഷനായിരുന്നു. കാരണം എങ്ങനെ ഞാൻ എഴുതി വിജയിക്കും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറമായിട്ട് തന്നെ എനിക്ക് LB അക്കാദമിയിലെ ടീച്ചേഴ്സ് നന്നായിട്ട് ക്ലാസ് എടുത്തിരുന്നു. നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്തിരുന്നു. പ്രത്യേകിച്ച് അംസറാമിസിന്റെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റി. നല്ല രീതിയിൽ മാർക്ക് കിട്ടി പാസ്സാവാൻ എനിക്ക് പറ്റി 10ാം ക്ലാസ്സിൽ. പിന്നീട് ഞാൻ 2025 +2 ഞാൻ ജോയിൻ ചെയ്തിരുന്നു. ഇപ്പോൾ എനിക്ക് +2 അവിടെ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം വേറെ ടെൻഷൻ്റെ ആവശ്യമില്ല. കാരണം നന്നായിട്ട് പഠിപ്പിക്കുന്ന എനിക്ക് അറിയായിരുന്നു. കാരണം നേരത്തെ ഓൾറെഡി 10ാം ക്ലാസ് ഞാൻ പഠിച്ചാൽ എനിക്ക് അറിയായിരുന്നു LB അക്കാദമിയിൽ നന്നായിട്ട് തന്നെ പഠിപ്പിക്കും. അപ്പോൾ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ സപ്പോർട്ട് കിട്ടി. ഇപ്പോൾ +2 ഞാൻ നന്നായിട്ട് നല്ല മാർക്കോട് തന്നെ എനിക്ക് വിജയിക്കാൻ സാധിച്ചു. ഇത് നമ്മുടെ അതായത് 10ാം ക്ലാസ് ഇവിടെ പഠിച്ചു, അതിനുശേഷം +2 ഇവിടെ പഠിച്ചു, നല്ലൊരു രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ചേട്ടനാണ് കേട്ടോ. അപ്പൊ ചേട്ടന്റെ ഫീഡ്ബാക്ക് ആണ് നിങ്ങൾ കേട്ടത്. അതേപോലെ തന്നെ CBSE ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പ്രയാസം കാരണം നമ്മൾ നെയ്സോട്ട് മാറ്റി യൂട്യൂബിൽ ഞാൻ കണ്ടപ്പോഴാണ് LB കോളേജിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞാൻ വിളിക്കുകയും അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. നല്ല എനിക്ക് അഫോർഡബിൾ ഫീസ് ആയിരുന്നു. അതുപോലെ നല്ല ക്ലാസ്സുകൾ കൊടുത്തു. അത്ര സപ്പോർട്ടായിരുന്നു സർവീസ് പിള്ളേർക്ക് കൊടുക്കുന്നത്. അതുപോലെ റിവിഷൻസ് കൊടുക്കുകയും നല്ല ക്ലാസ്സുകൾ കൊടുക്കുകയും ഞാൻ എത്ര സിൻസിയറായിട്ട് അതിന് കൈകാര്യം ചെയ്തു. ആ ക്ലാസ്സുകളെല്ലാം കൈകാര്യം ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ 70% മാർക്കും കിട്ടി കൊമേഴ്സിൽ കേട്ടോ. അപ്പൊ ഇതും അത് തന്നെ CBSE സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. അപ്പം അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് NIOS വന്ന് അഡ്മിഷൻ എടുത്ത് പഠിച്ചത്. ഇപ്പൊ നല്ല രീതിയിൽ മാർക്ക് പാസ് ഔട്ട്, അത് നല്ലൊരു മാർക്കോടുകൂടി പാസ് ഔട്ട് ആകാനായിട്ട് സാധിച്ചു. ഒപ്പം തന്നെ എന്താണ് ഇപ്പം നല്ലൊരു കോഴ്സിലും ആള് ജോയിൻ ചെയ്തു കേട്ടോ. ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ ഇവിടെ അടുത്തുള്ള NIOS +2 പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നതും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ ജോയിൻ ചെയ്യുന്നത്. 2024 ബാച്ചിലോട്ടായിരുന്നു അവർ എന്റെ എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെന്നോട് ഓൺലൈനായിട്ട് ക്ലാസ് ഒക്കെ തരാം കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വിട്ടു. എക്സാം അടുത്തു. അപ്പൊ എന്നെ ഞാൻ ആദ്യം എനിക്ക് അഡ്മിഷൻ എടുത്ത് തന്ന എന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻകാര് ചെറുതായിട്ട് അങ്ങനെ മിസ് ആ സമയത്ത് കൂടെ നിന്നു. അങ്ങനെ ഞാൻ ഒരു സബ്ജക്ട് കൂടെ ആഡ് ചെയ്തു, ഹിസ്റ്ററി കൂടെ ആഡ് ചെയ്ത് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. ഇത് നമ്മുടെ ഇവിടെ അതായത് മറ്റൊരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് കബളിപ്പിക്കപ്പെടുകയും അതിനുശേഷം LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്ത ആള് പാസ് ഔട്ട് ആയി പോയ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെയാണ് ആളുടെ ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് അതായത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ NIOS വഴി SSLC +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ചില ആളുകളുടെ ഒരു ധാരണയുണ്ട്, ഇതിൽ പഠിക്കുന്ന ആളുകള് ഫെയിൽ ആയിട്ടുള്ള പരാജയപ്പെട്ടു പോയ ആളുകളാവാം, അതല്ലെങ്കിൽ എന്തായിരിക്കും കുറച്ച് വീക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ആയിരിക്കും ഇതിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അതായത് വ്യത്യസ്ത സാഹചര്യം എന്ന് പറയുമ്പോൾ അത് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ മാത്രമല്ല. അതായത് ഇപ്പൊ ഡിഗ്രിക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ PG ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അതിന് മുമ്പോട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അവർ പഠിച്ച കൊമേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആയിരിക്കും. പിന്നെ ഇവർക്ക് സയൻസിന്റെ ഒക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോഴത്തേന് സ്വാഭാവികമായിട്ട് ഇവർ +2 സയൻസ് എടുത്തുകൊണ്ട് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണ്. അങ്ങനെ വരുമ്പോഴത്തേന് സ്വാഭാവികമായിട്ട് ഈ NIOS വഴി അവരെ +2 SSLC ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ഇനിയും പുറകോട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഒന്നും ചിന്തിക്കാനില്ല. നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന നിങ്ങളാണ്. ഓരോ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തടസ്സങ്ങളെയൊക്കെ മാറ്റി നിർത്തി നിങ്ങളാണ് മുമ്പോട്ട് വരേണ്ടത്. നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളാണ് മുമ്പോട്ട് വന്ന് അതിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ രീതിയിൽ തന്നെ നിങ്ങളത് മുമ്പോട്ട് വന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് തരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ, നമുക്കിപ്പോ അഡ്മിഷൻ നടക്കുന്നത് 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് കേട്ടോ. 2026 ഏപ്രിൽ ബാച്ചിലേക്ക്. അപ്പൊ ഈ ഒരു 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുമ്പോൾ 2026 ഏപ്രിൽ മാസത്തിലാണ് നമുക്ക് ഇതിന്റെ എന്ത് വരുന്നത്, പബ്ലിക് എക്സാം വരുന്നത്. അതായത് പബ്ലിക് തിയറി എക്സാം വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അഡ്മിഷൻ അതായത് ഈ ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പൊ ചില ആൾക്കാര് ഇപ്പൊ ഈ 2025 ജൂൺ ജൂലൈ മാസത്തിൽ തന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് കണക്ക് കൂട്ടും.
അയ്യോ 2026 ഏപ്രിൽ ബാച്ച്, അപ്പൊ അടുത്ത വർഷം ഏപ്രിലിൽ മിസ് എക്സാം ഉള്ളോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, നമുക്കിത് പഠിക്കാനുള്ള സമയമൊക്കെ കിട്ടണ്ടേ അല്ലെ? അപ്പം ഈ 2026 ഏപ്രിൽ പരീക്ഷ വരുമ്പോ നമുക്ക് അതിന്റെ അഡ്മിഷൻ ടൈം ആണ് ഇപ്പം കേട്ടോ. അഡ്മിഷൻ ടൈം ആണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അഡ്മിഷൻ ടൈം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ജൂലൈ മാസമാണ്. അപ്പൊ ഈ ജൂലൈ മാസത്തിലാണ് ജൂലൈ മാസത്തിലാണ് നമുക്ക് ഫൈൻ ഇല്ലാതെയുള്ള രജിസ്ട്രേഷൻ നമ്മുടെ NIOS നടക്കുന്നത്. അപ്പൊ ഫൈൻ ഇല്ലാതെയുള്ള രജിസ്ട്രേഷൻ ജൂലൈ മാസത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അത് ജൂലൈ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പൊ ജൂൺ ജൂലൈ മാസമൊക്കെ നമുക്ക് വിത്തൗട്ട് ഫൈൻ ആണ്. ഫൈൻ ഇല്ലാതെയുള്ള NIOS രജിസ്ട്രേഷനും കാര്യങ്ങളും നടക്കുകയാണ്. അതിനുശേഷം പിന്നെ നമുക്ക് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഈ ഒരു സെപ്റ്റംബർ, അതായത് സെപ്റ്റംബർ 15 വരെ, ഇനി NIOS പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന വരെ നമുക്ക് സെപ്റ്റംബർ 15 വരെ ആയിരിക്കും. അപ്പൊ ഈ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ എന്തായിരിക്കും? ഇപ്പൊ നോർമൽ രജിസ്ട്രേഷൻ ഫീസ് ഇപ്പൊ ഏകദേശം ഒരു 2390 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് എങ്കിൽ ഇതിന്റെ കൂടെ ഒരു 700 രൂപ, ഇത് ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്, 800 ഇങ്ങനെയൊക്കെ എക്സ്ട്രാ എമൗണ്ട്, അതാണ് ഫൈൻ എന്ന് പറയാം. അപ്പൊ ഫൈനോട് കൂടിയുള്ള രജിസ്ട്രേഷൻ ആണ് ഈ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ NIOS വഴി SSLCയും +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ, അതായത് ഈ ജൂലൈ 31 മുമ്പായിട്ട് തന്നെ അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പൊ നിങ്ങൾ ചോദിക്കുക എവിടെ ചെന്ന് രജിസ്ട്രേഷൻ ചെയ്യണം? അതിനാണ് നമ്മളെ വിളിക്കുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ അഡ്മിഷൻ മുതൽ നിങ്ങൾ പാസ് ഔട്ട് ആയി പോകുന്ന വരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അത് ക്ലാസ്സുകൾ ഉൾപ്പെടെ, ക്ലാസ്സുകൾ, നോട്ട്സ്, എല്ലാ സർവീസുകളും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് സ്റ്റുഡൻസിന്. ഓക്കെ, അപ്പൊ ജൂലൈ 31 മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാര് മറ്റുള്ള ആരെങ്കിലും ഒക്കെ ഈ ഒരു കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ജൂലൈ 31 മുമ്പായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കണം കേട്ടോ. അഡ്മിഷൻ എടുത്ത് അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് ചെയ്തു തരും. രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇതിന്റെ, നമുക്ക് ഇപ്പൊ അഡ്മിഷന്റെ കാര്യം നമ്മൾ പറഞ്ഞ ജൂലൈ 31 മുമ്പായിട്ട് തന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സസ് ആണ്. ഇപ്പൊ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയുള്ള ക്ലാസ്സുകള്, ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ഈ ഗൂഗിൾ മീറ്റ് വഴിയുള്ള ലൈവ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സ് ഡയറക്റ്റ് വന്നെടുത്ത് തരുന്ന ക്ലാസ്സസ് ആണ് കേട്ടോ. അതൊരു 7 മണി തൊട്ട്, അതായത് രാത്രി 7 മണി തൊട്ടുള്ള രീതിയിലായിരിക്കും നമ്മുടെ ടൈം ടേബിൾ വരുന്നത്. അപ്പൊ ആ ടൈം ടേബിൾ ഓരോ ദിവസത്തെ, ഇപ്പൊ മൺഡേ ടു സാറ്റർഡേ വരെയുള്ള ടൈം ടേബിൾ നമ്മൾ ഓരോ ദിവസം ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരുന്നതെന്നുള്ളത് നമ്മൾ ഗ്രൂപ്പിൽ, അതായത് ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതായത് നമുക്ക് മൺഡേ തൊട്ട് നമ്മുടെ സാറ്റർഡേ വരെയുള്ള ദിവസങ്ങളിൽ റെഗുലർ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്. ഇനി നമുക്ക് ഈ ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ സാധിക്കാത്ത ചില ആൾക്കാരുണ്ടാവും അല്ലെ? എല്ലാവർക്കും ലൈവ് ക്ലാസ് അത്, ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഈ പെട്രോൾ പമ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ SSLC +2 ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പം ഷിഫ്റ്റിംഗ്, അത് ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെയുള്ളവർക്കും ഷിഫ്റ്റിംഗും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ലൈവ് ക്ലാസ് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ഇവിടെ റെക്കോർഡ് ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ റെക്കോർഡ് ക്ലാസ് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അപ്പൊ ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ അക്കാദമിക് പരമായിട്ടുള്ള കാര്യം, അതായത് നിങ്ങളുടെ TMA, അസൈൻമെന്റ്, പ്രൊജക്ട്, അതുപോലെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് വരുന്നുണ്ട്, നമ്മുടെ നോട്ട്സ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ പിന്നെന്താണ് നമ്മുടെ പ്രാക്ടിക്കലിന്റെ ലാബ് റെക്കോർഡ് വരുന്നുണ്ട്. ഓക്കെ, റെക്കോർഡ് ഇതെല്ലാം എന്താണ് നമ്മൾ ഇവിടുന്ന് നൽകുന്നുണ്ട്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, നമ്മൾ ഇവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കാദമിക് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളായിരിക്കും ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിന്റെ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് ഒന്നുമില്ല, നിങ്ങളൊരു സ്ഥാപനത്തിൽ പോയി, ഒരു സ്കൂളിൽ പോയി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സ്കൂളുകാരായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സും, അതിന് വേണ്ടിയിട്ടുള്ള നോട്ട്സും, അതിന് വേണ്ടിയിട്ടുള്ള അക്കാദമിക് പരമായിട്ടുള്ള അസൈൻമെന്റ്, പ്രൊജക്ട്, നിങ്ങളുടെ ഫ്രീ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് സോൾവ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ തരും. അത് കറക്റ്റ് ടൈമിൽ നമ്മൾ പറയുന്ന അനുസരിച്ച് ഒന്ന് ചെയ്ത് തന്നേച്ചാൽ മാത്രം മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വേറെ എക്സ്ട്രാ ഒരു എഫോർട്ടും കാര്യങ്ങളും എടുക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളൊന്ന് വൃത്തിയായിട്ടൊന്ന് പഠിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള NIOS SSLC +2 കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആണ് ഇപ്പോൾ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാലും മതി.
പിന്നെ ഇനിയിപ്പോ ഇവിടെ വേറൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ചില ആൾക്കാർ ചോദിക്കുന്നത് സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ NIOSല് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ് കേട്ടോ. സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല. സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. ഓക്കെ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം ആണ്. ആർക്ക്? +2കാർക്ക്. ഓക്കെ. എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മലയാളത്തില് എഴുതാവുന്നതാണ്. ഇനി 10ാം ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എന്തായിരിക്കും? മലയാളം മീഡിയത്തിലും ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിലും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ വേണ്ട അതനുസരിച്ച് നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. പിന്നെ എല്ലാ ജില്ലയിലും പരീക്ഷാ കേന്ദ്രവും ഉണ്ട്. നിങ്ങളുടെ ജില്ലയിലായിരിക്കും പരീക്ഷാ കേന്ദ്രം വരുന്നത്. പഠിക്കുന്ന മാത്രം നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ ഓൺലൈനായിട്ട് നമ്മൾ പഠിക്കുന്നു. നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. ഇനിയിപ്പോ നമ്മുടെ ഓഫീസിൽ വന്ന് നിങ്ങൾക്ക് എന്നെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എന്താണ് കാര്യം, അതായത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം വേണമെങ്കിൽ ഡയറക്റ്റ് വന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. യാതൊരു കുഴപ്പമില്ല. ഇനിയിപ്പോ ചില ആൾക്കാർക്ക് ചില കാര്യങ്ങളൊക്കെ പേഴ്സണൽ പറയാനായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് എന്നെ കാണാവുന്നതാണ്. യാതൊരു പ്രശ്നവും വരുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ മെയിൻ ഇതിനകത്ത് അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ഇത് ചെയ്തു തരും. ഓക്കെ. അപ്പോൾ നിർത്തുന്നു. നമ്മുടെ NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.